അപ്പളേ ചോദിച്ചോളൂ പിള്ളേര്. സ്വർഗവും നരകവും ഉണ്ടോ? അതാണോ ചോദ്യം? സ്വർഗവും നരകവും എന്ന് പറയുന്ന ഫിസിക്കൽ പ്ലേസ് ഉണ്ടോ എന്നാണോ ചോദ്യം? അതോ സ്വർഗ നരക അനുഭവങ്ങൾ ഉണ്ടോ എന്നാണോ ചോദ്യം? ഈ മരണാനന്തര സ്വർഗവും നരകവും, മരണാനന്തര മരണത്തിന് ശേഷം. മരണത്തിന് ശേഷം കുറെ പേര് സ്വർഗത്തിൽ പോകുന്നു, കുറെ പേര് നരകത്തിൽ പോകുന്നു, അങ്ങനെയല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഇല്ല കേട്ടോ, അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിലില്ല. അപ്പൊ മരണശേഷം എന്താണ് മനുഷ്യന്റെ അവസ്ഥ? മരണശേഷം മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവനെ ഇപ്പോ ഒരു കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്, അപ്പൊ അതിന് ഹാർഡ്വെയർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഹാർഡ്വെയർ ആണ്. പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻസും അതിലെ ഫയൽസും അതിന്റെ ഡേറ്റ മെമ്മറിയാണ്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഒരു മെമ്മറിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കൈ വെട്ടിക്കളഞ്ഞാൽ ആ മനുഷ്യൻ ഇല്ലാതെ ആകുന്നില്ല. അവന്റെ മറ്റേ കൈയും വെട്ടിക്കളഞ്ഞാലും അവൻ ഇല്ലാതാകുന്നില്ല. രണ്ട് കാലും രണ്ട് കൈയും വെട്ടിയാലും അവൻ ഇല്ലാതാകുന്നില്ല. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ശരീര നഷ്ടത്തിലല്ല. അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരുത്തന്റെ സ്മരണയാണവൻ. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന, ലെറ്റ് ഹിസ് മെമ്മറി ബി ഇറ്റേണൽ, അവന്റെ ഓർമ്മ എന്നേക്കും ഉണ്ടാകട്ടെ. അതുകൊണ്ട് യാക്കോബായക്കാര് പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഉണ്ടാകട്ടെ നല്ലോർമ്മ ഇങ്ങനെയാ പാടുന്നേ. ഓർമ്മയാണ്, ലെറ്റ് ഹിസ് മെമ്മറി ബി ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ചെറിഷ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്, ഒത്തിരി മോമെന്റ്സ് ഉണ്ട്, നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഈ കമ്പ്യൂട്ടർ ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോവാണ്, അല്ലെ ഒരു കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് നശിച്ചു പോയി, അല്ലെങ്കിൽ കപ്പൽ തകർന്ന് വെള്ളത്തിൽ താന്നുപോയി. പക്ഷെ ഈ കമ്പ്യൂട്ടറിലെ ഒരു ഇമേജ്, ഇൻഫോർമേഷൻ ഉള്ള ഇമേജ് നിങ്ങൾ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യാണ്, പുതിയ ഒരു ഹാർഡ്വെയർ മേടിച്ചിട്ട് ഈ ഫോർമർ കമ്പ്യൂട്ടറിന്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ കമ്പ്യൂട്ടർ എന്തായിരുന്നോ ആ കമ്പ്യൂട്ടർ തന്നെയാണ് ഈ പുതിയ കമ്പ്യൂട്ടർ. ഹാർഡ്വെയർ പുത്തനാണ്. അപ്പൊ എവിടെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇരുന്നത്? മറ്റേ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടതിനും പുതിയ കമ്പ്യൂട്ടർ കിട്ടിയതിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇരുന്ന സ്ഥലത്തിന്റെ പേരാണ് ക്ലൗഡ്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വേറെപ്പെട്ടവരെ ഞങ്ങൾ വാങ്ങിപ്പോയവരെന്നാണ് ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ പറയുന്നത്. ഡിപ്പാർട്ടഡ് സോൾസ് എന്ന് പറയും, ഡെഡ് എന്ന് പറയത്തില്ല. They are departed from us. But those who were departed from us now rest in cloud. ക്ലൗഡിൽ ഇരിക്കുന്നെന്നാ ഞങ്ങൾ പറയുന്നത്. അവരെ ഞങ്ങൾ സാക്ഷികളെന്ന് വിളിക്കും. ഇത് പുതിയതല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സാക്ഷികളുടെ വലിയ മേഘം. ബൈബിളിന്റെ ഈ ആശയത്തെ കടമെടുത്തിട്ടാണ് ഈ സൈബർ വേൾഡ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള പദമൊക്കെ ബൈബിളിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ നിങ്ങളുടെ സൈബർ ലോകത്തിൽ നിന്ന് പദം കടമെടുക്കേണ്ട ഗതികേട് എനിക്കില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളുടേത് നിങ്ങൾ കടമെടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ക്ലൗഡിലാണ് പരേതര് വസിക്കുന്നത്. പരേതര് വസിക്കുന്ന ഈ ക്ലൗഡ് മനുഷ്യ ലോകത്തിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സുറിയാനി ക്രിസ്ത്യാനികൾ ധൂവ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ആ ക്ലൗഡ് ഡിസെൻഡ് ചെയ്യും. ക്ലൗഡ് ഡിസെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ചുറ്റും വന്ന് നിന്നച്ചു പോകും. അതുകൊണ്ട് സാക്ഷികളുടെ വലിയ സമൂഹം ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും ഇട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടും എന്ന് ഞങ്ങളുടെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് മരിച്ചവരെവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും കൃത്യമായ പഠനവുമായിട്ടാണ് ഗ്ലോറിയസ് ഗോസ്പൽ നിൽക്കുന്നത്. അതായത് മനുഷ്യന്റെ എല്ലാ ഓർമ്മകളും മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളും കൂടെ കംപ്ലീറ്റ് എടുത്തു വെച്ചാലും അതിനെ ഒരു മെമ്മറിയിലാക്കാൻ ആ മെമ്മറിയുടെ ഒരു ധൂളി, അതായത് ഒരു ഡസ്റ്റിന്റെ വലിപ്പം പോലും വേണ്ട ആ ഒരു സ്പോട്ടിൽ വെക്കാനുള്ളത് ഒരു മനുഷ്യന്റെ ഒരു ജീവിതകാലം മുഴുവൻ. അപ്പൊ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളെയും സ്മരണകളെയും അറിവുകളെയും എല്ലാം കൂടെ ചേർത്ത് മെമ്മറി ആക്കിയാൽ ഒരു പൊടി, കണ്ണിൽ കാണാൻ മേലാത്ത ഒരു പൊടിയാണ്. ആ പൊടിയാണ് സൂക്ഷ്മ ശരീരം. അത് മനുഷ്യ ശരീരത്തിൽ എവിടെയോ ഉണ്ട് എങ്കിൽ അവന്റെ ശരീരം അഴിഞ്ഞു പോയാലും ആ ഒരു ധൂളി സേഫ് ആയിട്ടിരിക്കും. എപ്പോൾ പുതിയൊരു ശരീരം നിർമ്മിക്കപ്പെടുന്നുവോ ആ ധൂളി ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ, ഏകകോശം എന്ന് സയൻസ് പറയും, ഏകകോശത്തിൽ നിന്ന് ബഹുകോശമായി ഒരു അമ്മയുടെ ഉദരത്തിൽ ആദ്യത്തെ ഭ്രൂണം രൂപപ്പെടുമ്പോൾ ഏകകോശമായിട്ട് രൂപപ്പെട്ടാൽ ആ കോശത്തിൽ തന്നെ ഈ ശിശു വളരുവാനുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ ശിശു വളരുമ്പോൾ 40 വയസ്സാകുമ്പോൾ അവന്റെ മുഖം എങ്ങനെ ഇരിക്കണം, മൂക്ക് എങ്ങനെ ഇരിക്കണം, ചെവി എങ്ങനെ ഇരിക്കണം, മുടി എങ്ങനെ ഇരിക്കണം, എത്രാമത്തെ വയസ്സിൽ അവന്റെ മുടി കൊഴിയണം, അവന്റെ പല്ല് എങ്ങനെ ഇരിക്കണം, ഇത് മുഴുവൻ ഡിസൈൻ അടക്കം, ഇവന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ അടക്കം, ഇവന്റെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ ഘടനയും രൂപവും പ്രവർത്തനവും ശക്തിയും എല്ലാം അടക്കം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. സിംഗിൾ സെല്ല് മതി. ആ ഒരു സിംഗിൾ സെല്ല് മെമ്മറി ആയിട്ട് നിൽക്കുന്നത് പോലെ ജസ്റ്റ് മെമ്മറി ആയിട്ട് സോഫ്റ്റ്വെയർ തലത്തിൽ ഈ മനുഷ്യൻ നിലനിൽക്കുന്നു. ഒരു മനുഷ്യന് മരിച്ചു പോകുന്നില്ല. ഇങ്ങനെയുള്ള മെമ്മറി ഇറ്റേണൽ ആയിട്ട് നിലനിൽക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മരിച്ച മനുഷ്യൻ മെമ്മറി ആയിട്ട് നിലനിൽക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ബൈബിളിലെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ന്യായവിധി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവന്റെ പുസ്തകം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അതൊക്കെ ക്രാപ്പല്ലേ സഹോദരൻ? അതൊക്കെ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹായുടെ എതിരാളിയായ സെരിന്തസ് എഴുതിയ പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ ശ്ലീഹായെ പരിഹസിക്കാനും അനുയായികളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി യോഹന്നാൻ ശ്ലീഹായുടെ പ്രചാരത്തിലിരുന്ന വെളിപ്പാടിനെ അഡാപ്റ്റ് ചെയ്തിട്ട് എഴുതുക. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിനകത്ത് കുറച്ച് വെളിപ്പാടുകൾ യോഹന്നാന്റെ ഉണ്ടെന്നുള്ളതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ സെരിന്തസ് എഴുതി ചേർത്താണ്. അതുകൊണ്ട് അതൊന്നും വ്യാഖ്യാനിക്കാൻ ഞങ്ങളുടെ പുരാതന സഭകൾ മെനക്കെടുന്നില്ല. ഞങ്ങളുടെ സഭയുടെ ലിറ്റർജിയിൽ വെളിപ്പാട് പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുമില്ല. അത് ഈ അടുത്ത കാലത്തൊക്കെ ഓരോരുത്തരെടുത്ത് വായിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനൊന്നും സമയം കളയാൻ നേരമില്ല. അപ്പൊ എന്തൊക്കെ ചോദിച്ചാൽ മതി, അവര് വ്യാഖ്യാനിക്കും. അവന്റെ ഏത്തപ്പഴം എടുത്തു വെച്ചു, പിന്നെ പടവലങ്ങ എടുത്തു വെച്ചു, കുതിര അതുവഴി വന്നു, കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോകും ഭാവിയില്. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോകും, വിറകും പോച്ച് തല്ലും എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരമില്ല.